വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ എങ്ങോട്ടാണെന്നല്ലേ, വീക്കെൻഡാണ്, അതേപോലെ സ്കൂളിൽ മിഡ് വെക്കേഷനാണ്. അപ്പം വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിച്ചു 2 ദിവസമായേ. അപ്പോൾ ശരി, നമ്മൾ വിചാരിച്ചു എന്നാൽ പുറത്ത് പോകാമെന്ന്. നമ്മൾ പോയത് മിയ പാർക്കിലേക്കാട്ടോ. നിങ്ങൾ കണ്ടോ, എന്താ ഭംഗിയല്ലേ, വേറെ ഏതോ നാട്ടിൽ പോയ പോലില്ലേ. സൺസെറ്റ് ടൈം ആയതുകൊണ്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഈവനിങ് ടൈമിൽ വന്നത് ഇവിടെ ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നാൽ തന്നെ നല്ല സമയം പോക്കാ കേട്ടോ. പിന്നെ എൻ്റെ മോള് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ്. കുറേ നാളായി പറയണം സ്കേറ്റിംഗ് എടുത്തിട്ട് പുറത്ത് പോകണമെന്ന്. ഈ സ്കേറ്റിംഗ് അവളെ ആരും പഠിപ്പിച്ചല്ല കേട്ടോ, തന്നെത്താനെ പഠിച്ചെടുത്താണ് ആൾ. ഷൂ വാങ്ങിത്തരാൻ പറഞ്ഞു, വാങ്ങിക്കൊടുത്തു. ഇപ്പോൾ ഒരു 1 ഇയർ മേലെ ആയിട്ടുണ്ട് ആൾ തന്നെത്താൻ ഇതൊക്കെ ചെയ്യുന്നത്. അത്ര പെർഫെക്ഷനൊന്നും ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യും. തനിയെ പഠിച്ചതല്ലേ, അതിൻ്റേതായിട്ടുള്ള ചെറിയ പോരായ്മകളും ഉണ്ട്. നമ്മളതിനിടയ്ക്ക് അവനെ ബോട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ അവൻ അവളെ ചെയ്യാൻ വിടില്ല, ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. ആളെയും ഡൈവേർട്ട് ചെയ്യണം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ചായയും പഴംപൊരിയൊക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം ഇവിടെ പാർക്കിൽ വന്നിരുന്ന് ഈ വൈബിലൊരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമാണ്. കൂടുതൽ 2-3 ഫ്രണ്ട്സും കൂടി ഉണ്ട്, പിന്നെ പറയേ വേണ്ട, പൊളി വൈബായിരിക്കും. ഇപ്പം തൽക്കാലം നമ്മൾ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ടൈം ആവട്ടെ നമുക്ക് ഗ്രൂപ്പായിട്ട് പോവാം. ഇതൊട്ടും പ്ലാൻഡ് ആയിട്ടുള്ളൊരു പരിപാടി അല്ലായിരുന്നേ, അതുകൊണ്ട് ഫ്രണ്ട്സിനൊന്നും ക്യാച്ചപ്പ് ചെയ്യാനും പറ്റിയില്ല. അതേപോലെ എല്ലാവരും ഓരോ തിരക്കുകളിലുമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവൾ വീണ്ടും സ്കേറ്റിംഗ് എടുത്തിറങ്ങി. ബിൽഡിങ്സിലൊക്കെ ലൈറ്റ് ഓണായി കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു, കാരണം ആളെ സ്കേറ്റിംഗ് കഴിഞ്ഞിട്ട് വരണ്ടേ, അവൾക്ക് എത്ര ചെയ്താലും മതിയാവില്ല. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞിട്ട് ഇനി പാർക്കിൽ പോവാം, പാർക്കിലും കൂടി കുറച്ച് നേരം കളിച്ചിട്ട് വേണ്ടേ വീട്ടിൽ പോകാൻ. ഇതിനിടയ്ക്കൊരു പൂച്ചനെ കണ്ടു കേട്ടോ. പൂച്ച എൻ്റെ മോനൊരു ഭയങ്കര വീക്ക്നെസ്, എവിടെ കണ്ടാലും അതിൻ്റെ പുറകെ പോവും. ഇവിടെ അത്യാവശ്യം നല്ല വലിയ പാർക്കാണ് കേട്ടോ. വലിയവർക്കുള്ള റൈഡ്സും ഉണ്ട്, കുഞ്ഞു പിള്ളേർക്കുള്ള റൈഡ്സും ഉണ്ട്. കുറച്ച് നേരം നമ്മൾ അവരെ അവിടെ കൂടി കളിക്കാൻ വിട്ടു. ഈ പാർക്കൊക്കെ ഫ്രീ എൻട്രി കേട്ടോ. ചില സ്ഥലങ്ങളിൽ എൻട്രി ഫീ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഇവിടെ ഫ്രീ ആണ്. പിന്നെന്താ, അവരുടെ എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് വീട്ടിൽ പോകാൻ വിളിച്ചിട്ടും വരാൻ കൂട്ടാക്കിയില്ല 2 പേരും. പിന്നെ സമയം പോയി, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ കൂട്ടിക്കൊണ്ട് പോന്നു. പിന്നെ വേറെന്താ, അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ് കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.